അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. ഫൊക്കാന 2024-26 കാലയളവിലേക്കുള്ള വാഷിംഗ്ടൺ DC റീജിയണൽ ഭാരവാഹികളെ വിമൻസ് ഫോറം പ്രസിഡന്റ് രേവതി പിള്ളെ പ്രഖ്യാപിച്ചു. ജോഫിയ ജോസ് പ്രകാശ്, റീജിയണൽ വുമൺ ഫോറം ചെയർ, നിമി സുഭാഷ്, റീജിയണൽ വിമൻസ് ഫോറം ട്രഷറർ, റോഷിത പോൾ, റീജിയണൽ വിമൻസ് ഫോറം സെക്രട്ടറി എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടൊപ്പം പാർവതി സുധീർ, ശില്പ സുജയ്, അഞ്ജലി വാര്യർ, ശ്രിയ നമ്പ്യാർ, ഷെറി തമ്പി ചെറുവത്തൂർ, ഫെമിൻ ചിറമേൽ ചാൾസ്, ശീതൽ കിഷോർ, ശരണ്യ ബാലകൃഷ്ണൻ, ദിവ്യ വിശാന്ത് എന്നിവരടങ്ങിയ കരുത്തുറ്റ വനിതകളെ ഉൾപ്പെടുത്തിയാണ് റീജിയണൽ വിമൻസ് കമ്മിറ്റി രൂപീകരിച്ചത്. റീജിയണൽ വുമൻസ് ഫോറം ചെയർ ജോഫിയ ജോസ് പ്രകാശ്, റീജിയണൽ വിമൻസ് ഫോറം ട്രഷറർ നിമ്മി സുഭാഷ്, റീജിയണൽ വിമൻസ് ഫോറം സെക്രട്ടറി റോഷിത പോൾ എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടൊപ്പം പാർവതി സുധീർ, ശില്പ സുജയ്, അഞ്ജലി വാര്യർ, ശ്രേയ നമ്പ്യാർ, ഷെറി തമ്പി ചെറുവത്തൂർ, ഫെമിൻ ചിറമേൽ ചാൾസ്, ശീതൽ കിഷോർ, ശരണ്യ ബാലകൃഷ്ണൻ, ദിവ്യ വിശാന്ത് എന്നിവരടങ്ങിയ കരുത്തുറ്റ വനിതകളെ ഉൾപ്പെടുത്തിയാണ് റീജിയണൽ വിമൻസ് കമ്മിറ്റി രൂപീകരിച്ചത്. വിവിധ മേഖലകളിലുള്ള പ്രാവീണ്യവും അർപ്പണ മനോഭാവവും മാത്രമല്ല ശക്തമായ ഒരു വിമൻസ് ഫോറം കമ്മിറ്റിക്ക് വേണ്ടതെന്നും ഒപ്പം സംഘടനയുടെ ഭരണഘടനയെ ബഹുമാനിക്കേണ്ടതിൻ്റെയും അച്ചടക്ക ലംഘനവും ഉണ്ടാകാതെ പ്രവർത്തിക്കുന്നതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള വിശാല മനസ്കതയും കൂടിയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് രേവതി പിള്ള പ്രഖ്യാപന വേളയിൽ പ്രഖ്യാപിച്ചു. സ്വാർത്ഥ താൽപര്യങ്ങൾ ഇല്ലാതെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ സന്നദ്ധരായ കമ്മിറ്റി അംഗങ്ങളെ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അഭിനന്ദിച്ചു. ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ റീജിയണൽ വിമൻസ് ഫോറം കമ്മിറ്റിക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ലക്ഷ്യങ്ങൾ നേടുന്നതിന് മോഹം മാത്രം പോരാ, നിരന്തരമായി അധ്വാനിക്കുന്നതിനുള്ള ആവേശം കൂടി വേണം. കത്തിജ്വലിക്കുന്ന ആവേശം കൂടി ഉണ്ടാവണം. അസാധ്യം എന്ന വാക്ക് വിഡ്ഢികൾ മാത്രമേ പറയൂ എന്ന് നെപ്പോളിയൻ ചക്രവർത്തി പറയുമായിരുന്നു. ഇതാ ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഫിലിപ്പോസ് ഫിലിപ്പിന്റെ സ്ഥാനാർത്ഥിത്വം ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ ഏകകണ്ഠമായി അംഗീകരിച്ചിരിക്കുന്നു. നവംബർ 11 HVMA പ്രസിഡന്റ് സജി എം പോത്തന്റെ അധ്യക്ഷതയിൽ നടന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സെക്രട്ടറി തോമസ് നൈനാൻ, ട്രഷറർ വിശ്വനാഥൻ, പോൾ കറുകപ്പള്ളിൽ, ഫിലിപ്പോസ് ഫിലിപ്പ്, ജിജി ടോം, അജി കളീക്കൽ എന്നീ എല്ലാ ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. നവംബർ 11 HVMA പ്രസിഡന്റ് സജി എം പോത്തന്റെ അധ്യക്ഷതയിൽ നടന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സെക്രട്ടറി തോമസ് നൈനാൻ, ട്രഷറർ വിശ്വനാഥൻ, പോൾ കറുകപ്പള്ളിൽ, ഫിലിപ്പോസ് ഫിലിപ്പ്, ജിജി ടോം, അജി കളിക്കൽ എന്നീ എല്ലാ ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. നല്ല പെരുമാറ്റം മാന്യതയുടെ ലക്ഷണമാണ്. സംസ്കാരമുള്ളവർക്കേ മാന്യതയുടെ മുഖം മനസ്സിലാവുകയുള്ളൂ. നല്ല വാക്കും പുഞ്ചിരിയും പിന്നെ ഗർജിക്കുന്ന ഒരു മുഖം കൂടിയുണ്ടെങ്കിൽ ഏതന്ധകാരത്തിലും പ്രകാശം പരത്തുകയും സൗഹൃദം ജനിപ്പിക്കുകയും ചെയ്യും. നേതൃത്വ സ്ഥാനത്തായാലും സദാപ്രവർത്തകൻ എന്ന നിലയിലായാലും ഏത് കാര്യം ഏൽപ്പിച്ചാലും അത് ആത്മാർത്ഥതയോടെ ചെയ്ത് വിജയത്തിലെത്തിക്കുന്നു എന്ന് നാളിതുവരെയുള്ള ഫിലിപ്പോസ് ഫിലിപ്പിന്റെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു. ആ നേതൃത്വ മികവിനുള്ള അംഗീകാരമെന്ന നിലയിൽ നിലവിൽ അദ്ദേഹം 2ാം തവണയും ലോക കേരള സഭ മെമ്പറാണ്. കേരളത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദവും ന്യൂയോർക്ക് പോളിടെക്നിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. TKM എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. വിജ്ഞാനം, വിവേകം, പക്വത എന്നൊക്കെ പറയുന്നത് നല്ല പെരുമാറ്റങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഓരോ ഇഞ്ചും മാന്യമായിരിക്കുക, ഓരോ നിമിഷവും മാന്യമായി പെരുമാറുക എന്നിവയൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏതു തലം പരിശോധിച്ചാലും മാന്യത പാലിക്കുന്നവർക്കേ ബഹുമാനം ലഭിക്കുകയുള്ളൂവെന്ന് നമുക്ക് ബോധ്യമാകും. നമ്മുടെ സംസ്കാരവും പ്രവർത്തനവും എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ സ്വഭാവം. ലീഗൽ കോർഡിനേറ്റർ എന്ന നിലയിലുള്ള ഫിലിപ്പോസ് ഫിലിപ്പിന്റെ ശ്രമങ്ങൾ 2018 മുതലുള്ള 7 വ്യവഹാരങ്ങളിലും ഫൊക്കാനയെ പ്രതിരോധിക്കുകയും എതിർകക്ഷികൾ സമർപ്പിച്ച ഹർജികൾക്കെതിരെ വിജയിപ്പിക്കുകയും ചെയ്തു. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, ഫൊക്കാന കൺവെൻഷൻ ചെയർമാൻ, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, സുവനീർ എഡിറ്റർ, നാഷണൽ കമ്മിറ്റി അംഗം തുടങ്ങി വിവിധ പദവികളിൽ ഫൊക്കാനയിൽ സേവനമനുഷ്ഠിച്ചു. ത്യാഗം, ധർമ്മം, നീതി, സത്യം, സാഹോദര്യം, സമത്വം മുതലായി അനേകം നന്മകൾ മഹാന്മാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സത്യം തന്നെ. പറയുന്ന ഓരോ വാക്കിനെയും സത്യം കൊണ്ട് ശുദ്ധമാക്കണം. ഓരോ വ്യക്തിക്കും ഓരോ കർത്തവ്യമുണ്ട്.
1989 മുതൽ റോക്ക്ലാൻഡ് കൗണ്ടിയിലെ ഏറ്റവും പഴക്കമുള്ള ഹഡ്സൺ വാലി മലയാളി അസോസിയേഷന്റെ സജീവ പ്രവർത്തകനാണ്. ഇവിടെയുള്ള മലയാളി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ്, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ, ചീഫ് എഡിറ്റർ തുടങ്ങിയ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങളിൽ പോലും വാക്ക് പാലിക്കുന്നവരാകണം. മായ ആലോചനയ്ക്ക് ശേഷമെടുക്കുന്ന തീരുമാനമാണ് ശരിയായിട്ടുള്ളത്. കേരള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്ഥാപകരിൽ ഒരാൾ എന്ന നിലയിൽ ശ്രദ്ധേയനായ ഇദ്ദേഹം കീൻ സ്ഥാപക, ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ബോർഡ് ചെയർ, പബ്ലിക് റിലേഷൻ ഓഫീസർ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ലാഭക്ഷയമില്ലാതെ പ്രവർത്തിക്കുന്ന കീൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിനോടൊപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ നൽകിയും സഹായിക്കുന്നു. ഫിലിപ്പോസ് ഫിലിപ്പ് അടക്കം ഏതാനും എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ 2009 സംഘടന രൂപീകൃതമായ കീൻ ഇന്ന് അംഗത്വത്തിലും പങ്കാളിത്തത്തിലും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ഈശ്വരനെ പ്രേമിക്കുകയാണ് ഏറ്റവും വലിയ റൊമാൻസ്. അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ് ഏറ്റവും വലിയ സാഹസികത. ദൈവത്തെ കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. റാഫേൽ സൈമൺ എഴുതിയ ഈ വാചകമാണ് ഫിലിപ്പോസ് ഫിലിപ്പിനെ മുന്നോട്ട് നയിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി 2002 മുതൽ 2012 കാലയളവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. റോക്ക്ലാൻഡ് കൗണ്ടിയിലെ ജോയിന്റ് കൗൺസിൽ ഓഫ് ചർച്ചിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കുടുംബം: ഭാര്യ ലിസി ഫിലിപ്പ്, മക്കൾ സിജു, ലിജു എന്നിവരാണ്. അഭിരുചികളിൽ ജീവിത കാഴ്ചപ്പാടിൽ ഒരു പ്രക്ഷോഭണം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഒരു തുടക്കം, മാറ്റത്തിന്റെ ഒരു തുടക്കം, ഒരു എളിയ ശ്രമം എവിടെ നിന്നെങ്കിലും വേണമല്ലോ. അതാണ് ഫിലിപ്പോസ് ഫിലിപ്പ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവരും ഒത്തുചേർന്ന് അദ്ദേഹത്തോട് ചേരാം. അതിലല്ലേ ഇന്നിതിന്റെ പ്രസക്തി. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. തങ്ങളുടെ ഓരോ പ്രവൃത്തികളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തിരി വെളിച്ചമായി മാറുവാൻ സാധിക്കണമെന്ന് ഷിക്കാഗോ രൂപത അധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട്. ചെറുപുഷ്പ മിഷൻ ലീഗ് ഷിക്കാഗോ രൂപതയുടെ 2ാമത് വാർഷികാഘോഷങ്ങൾ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വിവിധ രീതികളിലൂടെ പങ്കാളികളാകുന്ന മിഷൻ ലീഗ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് ഷിക്കാഗോ രൂപത പ്രസിഡന്റ് സിജോയ് സിറിയക് പാറപ്പള്ളിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗ് ഷിക്കാഗോ രൂപത പ്രസിഡന്റ് സിജോയ് സിറിയക് പാറപ്പള്ളിയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മിഷൻ ലീഗ് രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് ദാനവേലിൽ, ജനറൽ സെക്രട്ടറി ടിസൺ തോമസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആന്റോമി, സോണിയ ബിനോയ് എന്നിവർ പ്രസംഗിച്ചു. രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിൻസ് ചേത്തലിൽ സ്വാഗതവും ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അഗ്നാസ് മരിയ MI നന്ദിയും പറഞ്ഞു. വിവിധ മത്സരങ്ങളിൽ രൂപതാ തലത്തിൽ വിജയികളായവരെ യോഗത്തിൽ ആദരിച്ചു. അമേരിക്കയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള മിഷൻ ലീഗിന്റെ ഭാരവാഹികളും പ്രതിനിധികളും വാർഷികാഘോഷങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. ഇത് നമ്മുടെ എല്ലാം ദൗത്യം എന്ന ആശയത്തെ മുൻനിർത്തി പ്രൊഫസർ കോശി തലയ്ക്കൽ, മണിലാൽ മത്തായി, അറ്റോർണി ജോസഫ് കുന്നേൽ, മധു കൊട്ടാരക്കര എന്നിവർ വിശിഷ്ട അതിഥികളായ ട്രൈസ്റ്റേറ്റ് കേരള ഫോറം കേരളം ദിനോത്സവം നവംബർ 9 ശനിയാഴ്ച ഫിലാഡൽഫിയെ മലയാള സാംസ്കാരിക ഭൂപടത്തിൽ തങ്കക്കുറി അണിയിച്ചു. വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയായിരുന്നു മുഖ്യ ആഘോഷങ്ങൾ. വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയായിരുന്നു മുഖ്യ ആഘോഷ പരിപാടികൾ. കവിയൂർ പൊന്നമ്മ സ്മാരക ഹാൾ എന്ന് പേരിട്ട ഓഡിറ്റോറിയത്തിലും രത്തൻ ടാറ്റ ലെക്ചർ ഹാൾ എന്ന വേദിയിലുമാണ് ആഘോഷങ്ങൾ നടന്നത്. നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയയിലെ മലയാളി സംഗമ വേദിയായ മയൂര റെസ്റ്റോറന്റ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രോഗ്രാമുകൾ. ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിലെ പങ്കാളിത്ത സംഘടനകൾ ഒരുമിച്ചാണ് ട്രൈസ്റ്റേറ്റ് കേരള ഫോറം കേരള ദിനാഘോഷം ആഘോഷിച്ചത്. പ്രൊഫസർ കോശി തലയ്ക്കൽ, മണിലാൽ മത്തായി, അറ്റോർണി ജോസഫ് കുന്നേൽ, മധു കൊട്ടാരക്കര, ചെയർമാൻ അഭിലാഷ് ജോൺ, സെക്രട്ടറി ബിനു മാത്യു, ട്രഷറർ ഫിലിപ്പോസ് ചെറിയാൻ, പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് ഇമാനുവൽ, കേരളം ഡേ ചെയർമാൻ ജോർജ് നടവയൽ, മോഹിനിയാട്ടം ഇമേജ് നിക്കോൾ മാത്യു, കഥകളി ഇമേജ് ലോറൻസ് മാത്യു എന്നിവർ ചേർന്ന് 11 സ്വർണ്ണ നാളങ്ങൾ ഭദ്രദീപത്തിൽ കൊളുത്തി. ജോർജ് ഓലിക്കൽ, സച്ചു ആൻസു ആലപ്പാട്ട് എന്നിവർ മാസ്റ്റർ ഓഫ് സെറമണിയായി. സമൂഹത്തിലും സംഘടനകളിലും ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച വ്യക്തികളെ സമ്മേളനത്തിൽ ആദരിച്ചു. സാഹിത്യ മത്സര വിജയികൾക്ക് പ്രശസ്തി പത്രങ്ങൾ സമ്മാനിച്ചു. ബിസിനസ്സുകാരിലെ സർഗാത്മകതയും സാമൂഹിക സേവന രംഗത്ത് ബിസിനസ്സുകാരുടെ പങ്കും എന്ന വിഷയത്തിൽ പ്രൊഫസർ കോശി തലയ്ക്കൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വാഹന ഇൻഷുറൻസ് നിയമത്തിന്റെ നട്ടും ബോൾട്ടും, വാഹന
വാഹന അപകട ദുരിത നിവാരണ നിയമങ്ങളും എന്ന വിഷയത്തിൽ പ്രമുഖ അറ്റോർണി ജോസഫ് കുന്നേൽ നിയമസഹായ ക്ലാസ് അവതരിപ്പിച്ചു. പ്രമുഖ ബിസിനസ് പേഴ്സണാലിറ്റി മണിലാൽ മത്തായി ട്രൈസ്റ്റേറ്റ് കേരള ദിനാഘോഷത്തിൽ സന്നിഹിതനായിരുന്നു. അലക്സ് തോമസ്, സണ്ണി കിഴക്കേമുറി, സാറ ഐബ്, ജോസ് തോമസ്, ജോസഫ് ജോർജ്, സുരേഷ് നായർ, ലോറൻസ് തോമസ് എന്നിവർ കേരള ദിനോത്സവത്തിന് ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു. നിമിദാസ്, അമയ തെക്കുംതല, ബ്രിജിറ്റ് പാറപ്പുറത്ത്, അലക്സ് ബാബു, ഷാജി സുകുമാരൻ, അലക്സ് ബാബു, തോമസ്, സദാശിവൻ കുഞ്ഞി, ജോർജ് നടവയൽ, ജോർജ് കുട്ടി എന്നിവർ അണിയറ ശില്പികളായി. സാഹിത്യ മത്സര മൂല്യനിർണ്ണയത്തിന് ജോർജ് നടവയലും ജോർജ് ഓലിക്കലും അലക്സ് ബാബുവും നേതൃത്വം നൽകി. ചെയർമാൻ അഭിലാഷ് ജോൺ, സെക്രട്ടറി ബിനു മാത്യു, ട്രഷറർ ഫിലിപ്പോസ് ചെറിയാൻ, കേരള ഡേ ചെയർമാൻ ജോർജ് നടവയൽ, പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് ഇമ്മാനുവൽ, ജോയിന്റ് സെക്രട്ടറി ജോൺ പണിക്കർ, ജോയിന്റ് ട്രഷറർ രാജൻ സാമുവൽ, സുധാകർത്ത, ജോർജ് ഓലിക്കൽ, അലക്സ് തോമസ്, സാജൻ വർഗീസ്, സുരേഷ് നായർ, സുമോദ് നെല്ലിക്കാല, അലക്സ് ബാബു, റോണി വർഗീസ്, തോമസ് പോൾ, ജോർജ് കുട്ടി ലൂക്കോസ്, ജീമോൻ ജോർജ്, ആശ അഗസ്റ്റിൻ, സാറ ഐബ്, ശോശാമ ചെറിയാൻ, ബ്രിജിറ്റ് വിൻസെന്റ്, സെലിൻ ഓലിക്കൽ, അരുൺ കോവാട്ട്, സദാശിവൻ കുഞ്ഞി എന്നിവർ ഉൾപ്പെടുന്ന സംഘാടക സമിതിയാണ് കേരള ഡേ ആഘോഷങ്ങൾക്കുണ്ടായിരുന്നത്. മലയാളം മാതൃഭാഷയായ കൊച്ചി, മലബാർ, തെക്കൻ കാനറ, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ 1956 നവംബർ 1 ഒരുമിപ്പിച്ച് കേരള സംസ്ഥാനം രൂപം കൊടുത്തതിൻ്റെയും തുടർന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് മലയാള മക്കൾ വ്യാപിച്ചതിൻ്റെയും സമകാലീന പ്രാധാന്യ പ്രസക്തികളെ ലോക മലയാളികളുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുന്നതിനും വരും തലമുറകൾക്ക് കേരള സംസ്കൃതിയുടെ ഗുണാത്മക മുഖങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ട്രൈസ്റ്റേറ്റ് കേരള ഫോറം കേരള ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫിലാഡൽഫിയയിലെ മാസ്റ്റർ സ്ട്രീറ്റിലുള്ള സെന്റ് തോമസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൽ സുരക്ഷ, സുരക്ഷിതത്വം, ഭാവി എന്ന വിഷയത്തിൽ വിവര പരിപാടിയായ സെമിനാർ സംഘടിപ്പിച്ചു. ഫിലാഡൽഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സർജൻ ബ്ലെസൻ മാത്യു ഗസ്റ്റ് സ്പീക്കറായി പങ്കെടുത്ത ഈ സെമിനാർ ദൈനംദിന മര്യാദകളും അടിസ്ഥാന സുരക്ഷാ നടപടികളെക്കുറിച്ച് പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെയാണ് ശ്രദ്ധ നേടിയത്. സർജൻ മാത്യു സെമിനാറോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇന്ററാക്റ്റീവ് ചോദ്യോത്തര സെക്ഷനിലൂടെ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി വിവിധ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പങ്കുവച്ചു. സർജൻ മാത്യു സെമിനാറിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇന്ററാക്റ്റീവ് ചോദ്യോത്തര സെക്ഷനിലൂടെ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി വിവിധ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പങ്കുവച്ചു. സെമിനാർ റവറന്റ് ഫാദർ ഡോക്ടർ ജോൺസൺ സി ജോണിന്റെ നേതൃത്വത്തിൽ നടന്നു. സർജൻ മാത്യുവിനെ ദീപ്തമായ വരവേൽപ്പിനൊപ്പം ഫാദർ ജോൺസൺ സ്വാഗതം ചെയ്തു. സെമിനാർ സമാപന പ്രസംഗത്തിലൂടെ ശ്രീ ഡേവിഡ് ഏപ്പൻ സർജൻ മാത്യുവിന്റെ സാന്നിധ്യത്തിലും ഉൾക്കാഴ്ചകളിലും നന്ദി അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി മിസ് ജെയ്സലിൻ ഫിലിപ്പ് ഒരു ഗാനം സദസ്സിന് സമ്മാനിച്ചു. ട്രസ്റ്റി മാണി തോമസ്, സെക്രട്ടറി മിസ് ജെസി രാജൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സെമിനാർ സംബന്ധിച്ചവർക്കുള്ള ഒരു അർത്ഥപൂർണ്ണ അനുഭവമായി മാറി. സമൂഹ പങ്കാളിത്തവും സുരക്ഷാ വിഷയങ്ങളിൽ ജനജാഗ്രതയും കൂട്ടുന്നതിനുള്ള ഉദ്ദേശവും നിറവേറ്റുന്നതിൽ അത് സഹായകമായി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിനു മുൻപേ പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. 2024 നവംബർ 1 മുതൽ 3 വരെ ന്യൂയോർക്കിൽ നടന്ന ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സാഹിത്യോത്സവത്തിൽ വെച്ച് മലയാള സാഹിത്യത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ലാനയുടെ മുൻ സെക്രട്ടറി അബ്ദുൾ പൊന്നിയോർക്കുളത്തിനെ പ്രശസ്ത എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ പ്രശസ്തി ഫലകം നൽകി ആദരിച്ചു. സർഗം സ്റ്റീവനേജ് മ്യൂസിക് ആൻഡ് DJ നൈറ്റിൽ നിറഞ്ഞു കവിഞ്ഞ സംഗീതാസ്വാദകരെ ആസ്വാദനത്തിന്റെ നെറുകയിലെത്തിച്ച സംഗീത സ്വരരാഗരാവിൽ വർണ്ണമഴ വർഷിച്ച ഗായക പ്രതിഭകൾ. ഫിലാഡൽഫിയയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മലയാളികളുടെ പരസ്പര സഹകരണത്തിനും സൗഹൃദത്തിനും ഒത്തുകൂടലിനും അത്യാവശ്യ ഘട്ടങ്ങളിലെ പരസ്പര സഹായങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് രൂപീകൃതമായ സൗഹൃദ സംഗമ കൂട്ടായ്മയായ സ്നേഹതീരം സൗഹൃദ കൂട്ടായ്മയുടെ ഔപചാരിക ഉദ്ഘാടനവും കേരളപ്പിറവി ദിനാഘോഷവും നവംബർ 1 തീയതി രാവിലെ 11:30 മുതൽ ക്രൂസ് ടൗണിലുള്ള മയൂര റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് അതിവിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെട്ടു. പ്രായത്തെ മറന്നവരുടെ ക്ലാസിക്കൽ നൃത്ത അരങ്ങേറ്റ വേദിയായി ന്യൂജേഴ്സി. മെസ്കിറ്റ് മാർഗ്രിഗോറിയസ് യാക്കോബായ പള്ളിയുടെ 2ാമത് കുടുംബസംഗമം നവംബർ 8 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ രാത്രി 10 മണി വരെ പള്ളി അംഗങ്ങൾ ഒരുക്കിയ വിവിധ കലാപരിപാടികളോടെ കേരള അസോസിയേഷൻ ഓഫ് ഡാളസിന്റെ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു. ഡിട്രോയിറ്റ് സെന്റ് മേരീസ് കനാനായ കത്തോലിക്ക ഇടവകയിൽ നവംബർ 10 ഞായറാഴ്ച മിഷൻ ഞായർ ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് റേസിംഗ് നടത്തി.
റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോളിന്റെ നേതൃത്വത്തിൽ 5ാം വർഷവും പാലിസേഡ് സെന്റർ മാളിൽ ഇന്ത്യൻ ഹെറിറ്റേജ് ദിനം ആഘോഷിച്ചു. അമേരിക്കൻ മലയാളി എഴുത്തുകാരനും സംഘാടകനുമായ ജോസഫ് നമ്പിമഠത്തിന്റെ കവിതാ സമാഹാരം നടക്കാനിറങ്ങിയ കവിതയുടെ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരൻ KP രാമനുണ്ണി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.